കർത്താവിന് സ്തോത്രം. പാംപ്ലാനിക്ക് തിരിച്ചറിവ് വന്നു. ക്രിസംഗി ബിഷപ്പ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് ഒടുവിൽ തിരിച്ചറിവുണ്ടായി എന്ന് വിവരം. റബ്ബറിന് കിലോയ്ക്ക് ഒരു 300 രൂപ ഒപ്പിച്ചു തന്നാൽ ഞങ്ങളൊരു MBA BJPക്ക് സെറ്റാക്കി തരാം എന്ന് തലയിൽ പാളത്തൊപ്പിയൊക്കെ വെച്ച് നിന്ന് വിളിച്ചു പറഞ്ഞ ബിഷപ്പിനെ വിശ്വാസികൾ റബ്ബർ വലിച്ചു നീട്ടുന്നത് പോലെ വലിച്ച് കീറിയിരുന്നു. കാലയളവിൽ പല BJP നേതാക്കളും അദ്ദേഹത്തിൻ്റെ അരമന കയറി നിരങ്ങിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടുനിന്ന സമയത്ത് ഇടുക്കി രൂപതയെ സ്വാധീനിച്ച് കേരള സ്റ്റോറി ഇടവകകളിൽ പ്രദർശിപ്പിച്ചത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. കാസ എന്ന ക്രിസംഗി പ്രസ്ഥാനത്തെ കൊണ്ടായിരുന്നു ഈ ചുടുചോറ് അന്ന് വാരിച്ചത്. സംഘി ഫണ്ട് കിട്ടിത്തുടങ്ങിയ കാസ പാതിരിപ്പാമ്പുകളുടെ കയ്യിൽ ഇനി ഒതുങ്ങില്ല എന്ന ഒരു തോന്നൽ ഉണ്ടായി തുടങ്ങിയത് കൊണ്ടാണത്രേ ലവ് ജിഹാദ് ആരോപണം ഉയർത്തുന്ന കാസ അടക്കം ഉള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളെ പരോക്ഷമായി വിമർശിച്ച് ജോസഫ് പാംപ്ലാനി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. കത്തോലിക്ക പെൺകുട്ടികളുടെ സംരക്ഷണം എന്ന പേര് പറഞ്ഞ് ആരും വർഗീയത വളർത്തേണ്ട, പ്രണയം നടിച്ച് മതം മാറി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നവർ ഈ പെൺകുട്ടികളുടെ ആത്മാഭിമാന ബോധത്തെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് പാംപ്ലാനി ഓർമ്മിപ്പിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിലും വിട്ട് സൺഡേ സ്കൂളുകളിലും പഠിപ്പിച്ച് എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും മുടക്കം കൂടാതെ നടത്തുന്ന നിങ്ങളുടെ പെൺകുട്ടികൾ ഒരു കാക്കാച്ചക്കനെ കാണുമ്പോൾ അവൻ്റെ തോളിൽ കയറി സിറിയയിൽ പോയി പൊട്ടിച്ചു തരാൻ നമുക്ക് പോകാം കാക്ക എന്ന് പറഞ്ഞു പോയാൽ നിങ്ങളുടെ ആണുങ്ങൾക്ക് കഴകത്തില്ലാത്തത് കൊണ്ടല്ലേ എന്ന ചോദ്യം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് തലശ്ശേരി ബിഷപ്പിന് ഈ തിരിച്ചറിവ് ഉണ്ടായത്. ഇപ്പോഴും മറ്റു പല ബിഷപ്പന്മാർക്കും ഈ ബോധം വന്നിട്ടില്ല. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും കേരള സ്റ്റോറി ഞങ്ങളുടെ പള്ളികളിൽ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞ കാസ തലവൻ രംഗത്ത് വന്നിരുന്നു. മടത്തിലമ്മമാരെ കൂതാശ കഴിഞ്ഞെടുത്ത് കിണറ്റിലിടുകയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്ന റോബിൻ വടക്കഞ്ചേരിയെ പോലെയുള്ളവന്മാരെയും രാത്രിയിൽ വെടിവെപ്പ് കൂതാശ കണ്ടുകൊണ്ടുവന്ന അവയെ കൊന്ന് കിണറ്റിലിട്ട നിന്റെ പിതാക്കന്മാരുടെയും അംശവഴി ചവിട്ടി ഒഴിക്കുവാൻ നിനക്കൊക്കെ പ്രാപ്തിയുണ്ടോ എന്ന ചോദ്യം ഉയരുമ്പോൾ കാസയും കൂസയും ഒക്കെ കണ്ടം വഴി ഓടിയിരുന്നു. കണ്ണൂർ ചെമ്പേരിയിൽ നടന്ന കത്തോലിക്ക സഭയുടെ യുവജന സംഘടനയായ KCYM-ന്റെ യുവജന സംഗമത്തിലായിരുന്നു രൂക്ഷമായ ഭാഷയിൽ പാംപ്ലാനി ബിഷപ്പിന്റെ ഈ മുന്നറിയിപ്പ്. അതിരൂപതയിലെ പെൺകുട്ടികളുടെ പേര് പറഞ്ഞ് ആരും ഇനി വർഗീയതയുടെ വിഷം വിതയ്ക്കുവാൻ പരിശ്രമിക്കേണ്ട, അവരെ സംരക്ഷിക്കുവാൻ സമുദായത്തിന് കഴിവുണ്ട്, അവരുടെ അഭിമാനത്തിന് വില പറയുവാൻ ഒരാളെപ്പോലും അനുവദിക്കില്ല, മറ്റ് സംഘടനകളെയോ പ്രസ്ഥാനങ്ങളെയോ ഇത്തരം കാര്യം ഏറ്റെടുക്കുവാൻ അനുവദിക്കരുതെന്നും പാംപ്ലാനി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടവകകളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കത്തോലിക്ക സഭയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരമൊരു പ്രതികരണം എന്നാണ് സൂചന. യുവതികളെ അഭിസംബോധന ചെയ്ത് പാംപ്ലാനിയുടെ പ്രസംഗം ഇപ്രകാരമായിരുന്നു: നമ്മുടെ യുവജനങ്ങൾ വിവേകമുള്ളവരും കരുത്തുള്ളവരുമാണ്. അവരുടെ രക്ഷകൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആത്മാഭിമാനമുള്ള മക്കളാണ്. ഈ തലശ്ശേരിയിലെ ഒരൊറ്റ പെൺകുട്ടിയെപ്പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാകാത്ത വിധം ചങ്കൂറ്റത്തോടെ പറയുവാൻ തക്ക വിധത്തിൽ ഇവിടുത്തെ യുവജനങ്ങൾ പ്രബുദ്ധരാകേണ്ടതുണ്ട്. നമ്മുടെ പെൺകുട്ടികളുടെ പേര് പറഞ്ഞ് ഒരു വർഗീയ ശക്തികളും ഇവിടെ വർഗീയതയുടെ വിഷം വിതയ്ക്കുവാൻ പരിശ്രമിക്കേണ്ടതില്ല. നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കുവാൻ സമുദായത്തിന് അറിയാം. നമ്മുടെ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തിന് വില പറയുവാൻ ഇനി ഒരാളെപ്പോലും നമ്മൾ അനുവദിക്കുകയുമില്ല എന്നുള്ളത് തിരിച്ചറിയാം. നമ്മൾ പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വന്തമായി വിവേചനവും വിവേകവുമില്ല. കന്നുകാലികൾ ചക്കമടൽ കണ്ടാൽ കൂട്ടിൽ കയറുന്നത് പോലെ നമ്മുടെ പിള്ളേരെല്ലാം പ്രണയകുരുക്കിൽ പെട്ടുപോയി എന്ന് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ ഭീകരമായ കഥകൾ കേട്ട് നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയുന്ന സാഹചര്യം ഈ നാട്ടിൽ സംജാതമായിട്ടുണ്ട്. നമ്മുടെ അതിരൂപതയിൽ നിന്ന് ഒരു കുഞ്ഞു പോലും ഇപ്രകാരമുള്ള കെണികളിൽ വീഴാൻ പാടില്ല. ഇപ്രകാരമുള്ള കെണികളുടെ പേരിൽ ഇവിടെ വർഗീയതയുടെ വിഷം ചീറ്റാനും നമ്മുടെ സ്വയം പ്രഖ്യാപിത സംരക്ഷിതരാകാനും ഒരു സംഘടനയെയോ ഒരു പ്രസ്ഥാനത്തെയോ അനുവദിക്കുകയുമില്ല എന്ന് പാംപ്ലാനി പറഞ്ഞു. പറഞ്ഞ വാക്കുകളുടെ അർത്ഥം വരികൾക്കിടയിൽ മനസ്സിലാക്കുവാൻ കഴിവുള്ളവരാണ് ഇവിടുത്തെ യുവജനങ്ങളെന്ന് അറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പാംപ്ലാനി തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. വിവാദ വർഗീയ വിഷം വമിപ്പിക്കുന്ന സിനിമ കേരള സ്റ്റോറി ഇടുക്കി രൂപതയിലെ പ്രദർശനത്തിന് ശേഷം പാംപ്ലാനി മെത്രാനായ തലശ്ശേരി രൂപതയിലും പ്രദർശിപ്പിക്കുവാൻ നീക്കം നടത്തിയിരുന്നു. അന്നതിന് മുന്നിട്ടിറങ്ങിയ KCYM-ന്റെ ചടങ്ങിലാണ് രൂപതാധ്യക്ഷന്റെ ഈ മുന്നറിയിപ്പ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്താതെ കേരളത്തിൽ താമര വിരികയില്ല എന്ന തിരിച്ചറിവ് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പോടെയെങ്കിലും BJP മനസ്സിലാക്കും.
അതിനായി ക്രൈസ്തവ സഭകളെ സന്തോഷിപ്പിക്കുവാൻ പറ്റുന്ന തരത്തിൽ വൻ പദ്ധതികളും അഴിച്ചുപണികളും അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് BJP നേതൃത്വം. ലവ് ജിഹാദ് വിഷയത്തിൽ ബിഷപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ നിലപാട് സംഘപരിവാർ കേന്ദ്രങ്ങൾക്കും ക്രിസംഗികൾ എന്നറിയപ്പെടുന്ന ക്രൈസ്തവരിലെ BJP അനുകൂല പക്ഷത്തിനും വൻ തിരിച്ചടിയാകുമെന്നും ഉറപ്പാണ്. പക്ഷേ കളങ്കിതരായ മെത്രായോളികൾക്ക് ഇനി വീഞ്ഞ് മാത്രമല്ല ചാണകം കൂടി തിന്നേണ്ടുന്ന ഗതികേടാണ് വരാൻ പോകുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.